കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സമരിയായിൽ നിന്ന് യേശു ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമരനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളമാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ സുവിശേഷകൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഗലീലിയക്കാർ യേശുവിനെ സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുക. അതിന് കാരണം എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കാരണം അവർ ജെറുസലേമിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങൾക്കും സാക്ഷ്യം നൽകിയവരാണ്, അല്ലെങ്കിൽ സാക്ഷികളായി മാറിയവരാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ അവർ സ്വീകരിക്കുവാൻ തയ്യാറായി. യേശുവിന് ഇത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. സ്വന്തം നാട്ടുകാർ അവനെ ബഹുമാനിക്കുന്നില്ല, അവനിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന വേളയിൽ ഗലീലിയക്കാർ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായത് അവൻ ജെറുസലേമിൽ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരുന്നു. ആ അറിവ് അവരിൽ വിശ്വാസമായിട്ട് മാറി. അതുകൊണ്ടാണ് ആ രാജസേവകൻ യേശു ഗലീലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു വരിക. തൻ്റെ മകൻ ആസന്നമനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അവനെ വന്ന് സുഖപ്പെടുത്തണം എന്ന് യേശുവിനോട് അവൻ അപേക്ഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, യേശു അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ അടയാളങ്ങളോ അത്ഭുതങ്ങൾ കാണുന്നില്ലെങ്കിൽ വിശ്വസിക്കുകയില്ലല്ലോ എന്ന ഒരു മറുചോദ്യമാണ്. അത് അവനെ ചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മുമ്പ് അവരുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നതിന് നീ എന്ത് അടയാളമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല എന്ന് യേശു പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് യേശു ഈ ഒരു കാര്യം അവനോട് ചോദിക്കുമ്പോൾ വീണ്ടും അവൻ ചോദിക്കുന്ന ഒരു കാര്യം, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്നുള്ളതാണ്. കർത്താവേ, അവൻ മരിക്കും മുമ്പ് അങ്ങ് വരണമേ എന്ന് അവൻ അപേക്ഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക, ഒരുവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല യേശു നൽകുന്ന ഉത്തരം. ഇവിടെ ഈ രാജസേവകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് യേശു തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും തൻ്റെ മകനെ സുഖപ്പെടുത്തുകയും വേണം.
അതിനുവേണ്ടിയാണ് അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. അതേസമയം യേശുവിൻ്റെ മറുപടി, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു മറുപടി പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി എന്നാണ് പറയുക. യേശു തന്നോട് പറഞ്ഞ ആ വചനം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ രാജസേവകൻ തിരികെ പോവുകയാണ്. കഫർനാമിൽ നിന്നും യേശുവിനെ കാണുവാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് കേണപേക്ഷിച്ച വ്യക്തിയാണ്. പക്ഷേ ഇവിടെ യേശു അവനോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ആ ഒറ്റ വചനം വിശ്വസിച്ചുകൊണ്ട് അവൻ തിരികെ പോകുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുവാൻ അവൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം നൽകുന്ന ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഇവിടെ രാജസേവകന്റെ പ്രാർത്ഥന തൻ്റെ വീട്ടിലേക്ക് വന്ന മകനെ സുഖപ്പെടുത്തണമെന്നായിരുന്നെങ്കിൽ അവന് ലഭിച്ച ഉത്തരം മറ്റൊരു തരത്തിലായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കുവാൻ അവന് സാധിച്ചു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കും ദൈവം ഇതുപോലെ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ആ ഉത്തരം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇവിടെ യേശു നൽകിയ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ അവന് സാധിച്ചതുകൊണ്ടാണ് ആ പോകുന്ന വേളയിൽ തന്നെ അവൻ്റെ ഭൃത്യന്മാർ എതിരെ വന്ന നിന്റെ മകന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്നത്. അപ്പോൾ രാജസേവകൻ ചെയ്യുന്ന ഒരു കാര്യം, ഏത് മണിക്കൂറിലാണ് അത് നടന്നത് എന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കാരണം തന്നോട് യേശു പറഞ്ഞ ആ വചനം അത് വിശ്വസിച്ച് താൻ തിരികെ പോരുമ്പോൾ ആ മണിക്കൂറിൽ തന്നെയാണോ അത് നടന്നത് എന്നറിയുവാൻ വേണ്ടി അവൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, 7-ാം മണിക്കൂറിൽ വെച്ചാണ് അത് നടന്നത്. തന്നോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞ അതേ മണിക്കൂറിൽ തന്നെയാണ് തൻ്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ, പ്രിയമുള്ളവരെ, രാജസേവകൻ ആ വചനം വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആ മകൻ സുഖം പ്രാപിച്ചത് എന്ന് സുവിശേഷകൻ എടുത്തു കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. മറ്റു വഴികളിലൂടെ ആ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. കർത്താവിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ദൈവബലിയെ സംബന്ധിക്കുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാൻ ഇത് തന്നെ ഒരു കാരണമായിട്ട് മാറട്ടെ. ദൈവം നൽകുന്ന ഉത്തരങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കി വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വരിക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.